ഹായ് ഫ്രണ്ട്സ്, ബാംഗ്ലൂരിൽ ഓല ഊബർ ഓടിക്കുന്നതിനെ കുറിച്ച് പല ആൾക്കാരും വണ്ടിയിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്, നാട്ടുകാർ കാണുമ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്ന് 9-ാം തീയതിയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് നമ്മൾ ഓട്ടം തുടങ്ങിയത്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓട്ടം തന്നെ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ബാണസ്വാടിയിലേക്കാണ് നമുക്ക് ഒരു ആദ്യത്തെ ഓട്ടം കിട്ടിയിട്ടുള്ളത്. ബാണസ്വാടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഓട്ടം തുടങ്ങുകയാണ്. ഇലക്ട്രോണിക് സിറ്റി ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഓടേണ്ടി വരും ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ബാണസ്വാടി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ അത്യാവശ്യം കുറവായിരിക്കും ട്രാഫിക്. ഭയങ്കരമായിട്ടൊന്നും ഉണ്ടാവില്ല ഇന്നിപ്പോൾ ട്രാഫിക് എന്ന് കരുതാം. അതിലിപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്ലൈ ഓവർ കയറി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് 10 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഒരു 4-5 സീനിലൊക്കെയാണ് പോവുകയാണെങ്കിൽ, ഫ്ലൈ ഓവർ അല്ലാതെ പോവുകയാണെങ്കിൽ കിട്ടുക. 60 റുപ്യ ആവുള്ളൂ. 60 റുപ്യ ആണെങ്കിലും മുതലാണ്. കാരണം അത്രയും ട്രാഫിക്കൊക്കെ ഒഴിവാക്കി സുഖമായിട്ട് പോകാമല്ലോ. പിന്നെ ഫ്ലൈ ഓവറിൽ കയറി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്പീഡ് ലിമിറ്റ് 60 പിന്നെ 60-ന് മുകളിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഫൈൻ ഒഴികെ വരും. അപ്പോൾ ഏതായാലും നമുക്ക് ബാണസ്വാടി ഭാഗത്തേക്ക് ലക്ഷ്യമായിക്കൊണ്ട് പോവാണ്. ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1 മണിക്കാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് യാത്ര, ഓട്ടം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 1 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലും രാത്രി 1 മണി വരെ മൊത്തം 12 മണിക്കൂർ ഓടിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 12 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് അടിക്കാതെ കാണുക, എന്തായാലും ഉപകാരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവർ ക്രോസ് ചെയ്ത് മടിവാളെത്തി. മലയാളീസിൻ്റെ താവളമാണ് മടിവാളം എന്ന് പറയുന്നത്. അപ്പോൾ മടിവാള ട്രാഫിക് പൊതുവെ കുറവാണ്. ശനി ഞായറൊക്കെ ട്രാഫിക് കുറവാണ്. കാരണം ഓഫീസൊക്കെ അവധിയായതുകൊണ്ട് തന്നെ ആൾക്കാരും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ പാർട്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇറങ്ങുക. അതല്ലാതെ പിന്നെ ഓഫീസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ മടിവാള ക്രോസ് ചെയ്യാൻ പോവാണ്. ഇത് ഏതായാലും ഒരുപാട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഊബർ ഫ്ലീറ്റ് വണ്ടിയിലൊക്കെ ഓടിക്കുന്ന ഒരുപാട് മലയാളീസ് ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഉപകാരമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. കാരണം സ്വന്തമായിട്ട് വണ്ടി ഏതെങ്കിലും നിലയ്ക്കൊരു അടവിനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ എടുക്കുകയാണെങ്കിൽ സംഗതി മുതലാണ്. കാരണം സ്വന്തം ജോലിയാണ്. കഷ്ടപ്പെട്ട് നമുക്ക് ആവശ്യത്തിനുണ്ടാക്കാൻ പറ്റും, ഉറപ്പാണ്. കാരണം ബാംഗ്ലൂരിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടാക്സികൾ വളരെ കുറവാണെന്ന് പറയുന്നു. അത്രയും ആൾക്കാരുണ്ട്. ഇത്രയും ടാക്സികൾ ഉണ്ടായിട്ടും ആ ടാക്സികൾ കുറവാണ്, ആൾക്കാർക്ക് തികയുന്നില്ല. അപ്പോൾ നമ്മൾ കോരമംഗല എത്തി. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്ത് ലൊക്കേഷനിലേക്ക് എടുത്തു. ഡ്രോപ്പ് ചെയ്യാനുള്ള ബാണസ്വാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്തു. ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഏണിങ്സ് എത്രയാണെന്ന് നോക്കാം. ആദ്യത്തെ ട്രിപ്പ് 2 മണിക്കൂർ 1 മണിക്കൂറാണ് മൊത്തം ഓടിയിട്ട് എത്തിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് എത്തി. എത്രയാണെന്ന് നോക്കാം. ക്യാഷ് കളക്ട് 609 ടോളൊക്കെ ആഡായിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് വരാൻ തുടങ്ങി ട്രിപ്പ്. ഇതൊന്നും നമുക്ക് പറ്റിയ റൂട്ടിന് നമ്മുടെ റൂട്ടിക്ക്, കാരണം പിക്കപ്പ് ഒരുപാട് ദൂരമാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് പറ്റിയത് ഏതെങ്കിലും വരുമോ നോക്കാം. ഇത് പറ്റൂല.
അപ്പോൾ ആദ്യത്തെ ഏണിങ് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് 425.70 അത് ടോളും കൂടി ചേർന്നുണ്ടെങ്കിൽ 485 സംതിങ് ആവും. ഇങ്ങനെ ടോള് ഇല്ലാതെ നമ്മുടെ വരുമാനം. അപ്പോൾ നമുക്കുള്ള ട്രിപ്പ് വന്ന് ട്രിപ്പ് പിക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ പോവാണ്. അപ്പോൾ പിക്കപ്പ് ലൊക്കേഷനിലേക്ക് 2 കിലോമീറ്റർ 8 മിനിറ്റാണ് കാണിക്കുന്നത്. ഏതായാലും നമുക്ക് പോവാം. ഇവിടെ എത്തുമ്പോഴത്തേക്കിനെ ആൾ ക്യാൻസൽ ചെയ്തിട്ടാ. കാരണം എന്താ അറിയില്ല, ഏതായാലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആവാറുണ്ട്. അപ്പോൾ ക്യാൻസലായതിൻ്റെ വെറുതെ അല്ല, അതിനുള്ള ക്യാൻസലേഷൻ ഫീം നമുക്ക് കിട്ടുന്നുണ്ട്. 52.93 നമുക്ക് ക്യാൻസലേഷൻ ഫീ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു 80 റുപ്യക്ക് ചാർജ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമുക്ക് അടുത്ത ട്രിപ്പിനുള്ള വെയിറ്റിംഗ് ആണ്. അടുത്ത ട്രിപ്പ് ഇത് 3 കിലോമീറ്റർ പിക്കപ്പ്, 4 കിലോമീറ്റർ ഡ്രോപ്പ്. പറ്റില്ല, നെക്സ്റ്റാണ്. അതായത് പറ്റുന്ന ട്രിപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പരമാവധി ക്യാഷ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. കാരണം ഇൻസെൻറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ക്യാഷ് എടുത്തിട്ട് അവരെ കമ്മീഷന് മൈനസ് ആയിട്ടുണ്ടെങ്കിലും ആ മൈനസ് ഈ ഇൻസെൻറ്റീവ് വരുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആയിട്ട് പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ക്യാഷ് ട്രിപ്പ് തന്നെ എടുക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇന്നത്തേത് അവസാനിച്ചോട്ടെ. ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് 3347 മൊത്തം 13 ട്രിപ്പാണ് ഓടിയിട്ടുള്ളത്. ഇൻസെൻറ്റീവ് അടക്കം ആണ് 3347. അപ്പോൾ ഓടിയ ട്രിപ്പ് മൊത്തം 13 ട്രിപ്പ്. പിന്നെ മൊത്തത്തിലൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ആദ്യം നമ്മൾ തുടങ്ങിയത് ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തു നിന്നാണ്. 12:44 PM നമ്മൾ ആദ്യത്തെ ട്രിപ്പ് തുടങ്ങിയത്. എന്നിട്ട് ഓരോ ട്രിപ്പിങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ എത്ര ഉള്ളത് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഏണിങ്സും കാര്യങ്ങളും. ഇത് 170 കാണിക്കുന്നത് ഇത് ഇൻസെൻറ്റീവാണ്. അപ്പോൾ ഏതായാലും തുടർന്ന് ഓല, ഊബർ, റാപ്പിഡോ, നമ്മയത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ അതിന് ഒന്നിച്ചും കൂടി ചെയ്താൽ എത്രയാണ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വീഡിയോ ചെയ്യണം താല്പര്യമുണ്ട്. അവസാനത്തെ ട്രിപ്പാണ് ഈ കാണുന്നത്. 12:58 AM അവസാനിച്ചത്. അപ്പോൾ മൊത്തം 12 മണിക്കൂർ 130 കിലോമീറ്റർ കവർ ചെയ്തു. ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. തുടർന്നുള്ള വീഡിയോകൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.